ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സീറ്റ ടെക്. ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് ജാവയും സ്പ്രിംഗ് ബോട്ടുമാണ്. പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് തൊട്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വലിയ മൈക്രോ സർവീസ് സിസ്റ്റംസ് വരെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 1, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, എന്തിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് എന്നതും ഇതിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഇനിയിപ്പോൾ ഇത് പഠിക്കാൻ മുമ്പ് എന്തെങ്കിലും അറിയണോ എന്ന സംശയമുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കോഡിംഗ് നോളജ് ഒന്നും ആവശ്യമില്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും ഇത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്യുന്ന കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നമ്മൾ കസ്റ്റമറാണ്, അതായത് യൂസർ. നമ്മൾ വെയിറ്ററോട് ഓർഡർ പറയുന്നു. ഈ വെയിറ്ററാണ് അടുക്കളയിലേക്ക് മെസ്സേജ് എത്തിക്കുന്ന പ്രോഗ്രാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് കരുതുക. വെയിറ്റർ ഈ ഓർഡർ ഷെഫിനെ അറിയിക്കുന്നു. ഈ ഷെഫാണ് ഓർഡർ അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ CPU അഥവാ പ്രോസസ്സർ. ഷെഫ് ഒരു റെസിപ്പി നോക്കിയിട്ടാണല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പിയെ നമുക്ക് കോഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്സ് തൊട്ട് വലിയ ബാങ്കിങ് സോഫ്റ്റ്വെയർ വരെ വർക്ക് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ്. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ തന്നെ കൃത്യമായി കമ്പ്യൂട്ടറിനോട് പറയണം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാമിങ്ങിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തേത് സോഴ്സ് കോഡ്. ഇത് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമാണ്. ജാവ അല്ലെങ്കിൽ പൈത്തൺ ഒക്കെ പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷയിലായിരിക്കും ഇതുണ്ടാവുക. രണ്ടാമത്തേത് മെഷീൻ കോഡ്. ഇത് കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാകുന്ന ഭാഷയാണ്. വെറും പൂജ്യവും ഒന്നും, അതായത് ബൈനറി മാത്രമുള്ള ഒരു ഭാഷയാണിത്. മൂന്നാമത്തേത് കമ്പൈലർ. നമ്മൾ എഴുതിയ സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മെഷീൻ കോഡാക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ലേറ്ററാണിത്. ഇനി ഇത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന ആർക്കിടെക്ചർ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ എഴുതുന്ന സോഴ്സ് കോഡ് ആദ്യം ഒരു കമ്പൈലറിലേക്ക് പോകുന്നു. കമ്പൈലർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പൂജ്യവും ഒന്നും അടങ്ങിയ മെഷീൻ കോഡാക്കി മാറ്റുന്നു. അതിനുശേഷമാണ് കമ്പ്യൂട്ടറിൻ്റെ CPU ഇത് റീഡ് ചെയ്ത് റൺ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പുകൾ അഥവാ ഫ്ലോ ഡയഗ്രാം പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു, കോഡ് എഴുതുന്നു, ഫയൽ സേവ് ചെയ്യുന്നു, അതിനുശേഷം കോഡ് കമ്പൈൽ ചെയ്യുന്നു, പ്രോഗ്രാം റൺ ചെയ്യുന്നു, അവസാനം സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്കിനി നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എഴുതി നോക്കാം. ജാവ ഉപയോഗിച്ചുള്ള ഏറ്റവും സിമ്പിളായ ഹലോ വേൾഡ് പ്രോഗ്രാമാണിത്. പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ് എന്ന് എഴുതി അതിനുള്ളിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് കൊടുക്കുന്നു. അതിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിലേക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഈ കോഡ് എങ്ങനെ റൺ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് ഫയൽ സേവ് ചെയ്ത ഫോൾഡറിലേക്ക് പോകുക. എന്നിട്ട് കോഡ് കമ്പൈൽ ചെയ്യാൻ ജാവാസി ഹലോ വേൾഡ് ഡോട്ട് ജാവ എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് റൺ ചെയ്യാൻ ജാവ ഹലോ വേൾഡ് എന്ന് കൊടുത്താൽ മതി. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. തുടക്കക്കാർക്ക് സാധാരണ പറ്റാറുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്. അതിലൊന്നാണ് ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ ശ്രദ്ധിച്ചുപയോഗിക്കണം. അതുപോലെ ലൈനുകൾ അവസാനിക്കുമ്പോൾ സെമികോളൻ ഇടാൻ മറന്നു പോകുന്നതും ബ്രാക്കറ്റുകൾ കൃത്യമായി ക്ലോസ് ചെയ്യാൻ മറക്കുന്നതും സാധാരണയാണ്. കോഡ് എഴുതുമ്പോൾ എപ്പോഴും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലീനായി എഴുതാൻ ശ്രദ്ധിക്കുക. എന്തിനാണ് ഓരോ കോഡും എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കമൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. ഫയലുകൾക്കും ക്ലാസ്സുകൾക്കും എപ്പോഴും നല്ല മീനിങ് ആയ പേരുകൾ തന്നെ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഇത്തരം ബേസിക് പ്രോഗ്രാംസിൽ സെക്യൂരിറ്റി റിസ്ക് ഒന്നും ഉണ്ടാകാറില്ലെങ്കിലും യൂസറിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുമ്പോൾ അത് സേഫ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പെർഫോമൻസ്. പ്രോഗ്രാം എത്ര സ്പീഡിൽ റൺ ചെയ്യുന്നു എന്നത് വലിയ കാര്യമാണ്. ആവശ്യമില്ലാത്ത കോഡുകൾ പരമാവധി ഒഴിവാക്കുന്നതും സ്പീഡ് കൂട്ടാൻ സഹായിക്കും. പിന്നെ പ്രൊഡക്ഷനിൽ സോഫ്റ്റ്വെയർ റിയൽ യൂസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് ക്രാഷ് ആകാതിരിക്കാൻ എററുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് കൂടി എഴുതിയിരിക്കണം. നിങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നാൽ ടെൻഷൻ അടിക്കേണ്ട. എറർ മെസ്സേജ് നന്നായി വായിച്ചു നോക്കുക. അത് ഏത് ലൈനിലാണ് തെറ്റുള്ളത് എന്ന് കൃത്യമായി കാണിക്കും. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ വിട്ടുപോയ സെമികോളനുകളോ ഉണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതിയാകും. തുടക്കക്കാരുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് പ്രോഗ്രാമിംഗ് പഠിക്കാൻ മാത്സ് നിർബന്ധമാണോ എന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബേസിക് ലോജിക്കാണ് ഏറ്റവും പ്രധാനം.
ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഇന്റർവ്യൂ ചോദ്യങ്ങൾ നോക്കിയാൽ കമ്പൈലർ എന്നാൽ എന്ത്, സോഴ്സ് കോഡ് മെഷീൻ കോഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതൊക്കെയാണ് ചോദിക്കാറ്. ഇനി ഒരു ചോദ്യം ചോദിക്കാം. കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാകുന്ന ഭാഷ ഏതാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി ജാവ, ഓപ്ഷൻ സി മെഷീൻ കോഡ്, ഓപ്ഷൻ ഡി പൈത്തൺ. ഇതിന്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി മെഷീൻ കോഡാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും വയസ്സും സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാം സ്വന്തമായി ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്താണെന്നും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മളെ കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുമ്പോൾ കമ്പൈലർ നമ്മൾ എഴുതുന്ന കോഡിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ചാപ്റ്റർ 2 ആയ ജാവ ആർക്കിടെക്ചർ ആൻഡ് സെറ്റപ്പ് പഠിക്കാം. താങ്ക്